അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലത്. ഓക്കെ, എല്ലാവരുടെയും കണ്ണിൽ പലവരുടെയും കണ്ണിൽ അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും നല്ലത്, ചിലവരുടെ കണ്ണിൽ ലവ് മാരേജ് ആയിരിക്കും നല്ലത്. അങ്ങനെ എല്ലാവർക്കും ഓരോരോ അഭിപ്രായമായിരിക്കും. പക്ഷേ ഇതിനകത്ത് പറയുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, എൻ്റെ അഭിപ്രായമാണ്. അഫ്കോഴ്സ് എനിക്ക് 26 വയസ്സായിട്ടുണ്ട്. അപ്പം വീട്ടിലൊക്കെ കല്യാണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനായിട്ട് തിങ്ക് ചെയ്തെടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം വീട്ടുകാർ എന്തായാലും ഇത് കാണും, അവരെന്നെ എന്തായാലും വിളിച്ച് വഴക്ക് പറയും. അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ആവട്ടെ, പക്ഷെ ഞാൻ ഇത് ഒരു ഡിസ്കഷൻ പോലെ നിങ്ങളോട് പറയാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ സിംഗിളായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ചിലപ്പോൾ അവർക്ക് പ്രയോജനപ്പെട്ടാലോ, നമ്മളെന്തിനാ സ്വന്തമായിട്ട് ഒരാളെ കൊണ്ട് കുഴി തള്ളിയിടുന്നത്. അപ്പം അവർക്ക് ചിലപ്പോൾ ഇഷ്ടമാവുമായിരിക്കും. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പം ലവ് മാരേജും അറേഞ്ച്ഡ് മാരേജും. ഓക്കെ, അപ്പം ലവ് മാരേജും അറേഞ്ച്ഡ് മാരേജും അഫ്കോഴ്സ് ഞാൻ ചൂസ് ചെയ്യുന്നത്, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് എന്തായാലും ലവ് മാരേജ് ആയിരിക്കും. പക്ഷേ എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല. ഇതെൻ്റെ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു, വീട്ടുകാർ എന്തായാലും സമ്മതിക്കില്ല. ഓക്കെ, ഇത് എന്തായാലും എനിക്ക് ലവ് മാരേജാണ്, ലവ് മാരേജിനോടാണ് താല്പര്യം. അറേഞ്ച്ഡ് മാരേജിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഓക്കെ, അപ്പം നമ്മൾ ലവ് മാരേജ് ആവുമ്പം അവർക്ക് ഓൾറെഡി നമുക്ക് അവരുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ പാർട്ട്ണറിൻ്റെ ക്യാരക്ടർ നമുക്ക് ഓൾറെഡി ഏകദേശം നമ്മൾ മനസ്സിലാക്കും. 1 വർഷമാവട്ടെ 2 വർഷമാവട്ടെ വഴക്കുണ്ടാകുമ്പോൾ അവരെങ്ങനെയാണ് നമ്മളോട് പ്രതികരിക്കുന്നത്, നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്ന കാര്യമാണ്. നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും. ഓക്കെ, ലവ് മാരേജ് ആണെങ്കിൽ നമുക്ക് അവരുടെ ക്യാരക്ടർ ഏകദേശം, അവർ കുടിക്കുന്നതാണോ വലിക്കുന്നതാണോ എന്താണോ, അവർക്ക് എന്തെങ്കിലും പാസ്റ്റ് ഉണ്ടോ, എന്തെങ്കിലും തെറ്റായിട്ടുള്ള പാസ്റ്റാണ് ഉള്ളത്, അവർക്ക് ആരൊക്കെയാണ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത്, ഇതൊക്കെ നമുക്ക് ലവ് മാരേജ് ആണെങ്കിൽ നമുക്ക് ഏകദേശം അവരുടെ വീട്ടുകാരായിക്കോട്ടെ, അവരുടെ വീട്ടുകാരുടെ പ്രശ്നങ്ങളായിക്കോട്ടെ, അവരുടെ വീട്ടിൽ എന്തെങ്കിലും ലോണാണോ, ഇവരെന്തെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് ലവ് മാരേജ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ലവ് മാരേജ് ഇതൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവായിട്ട് ഞാൻ കണ്ട കാര്യങ്ങൾ. കാരണം നമുക്ക് ഓൾറെഡി അവരെ പറ്റിയിട്ട് ഒരു ഏകദേശം 100-ൽ 99.9% നമുക്ക് ആ പാർട്ട്ണറിനെ പറ്റിയിട്ട് എല്ലാ കാര്യവും അറിയാൻ പറ്റും. മനസ്സിലായി? അപ്പം ഈ നിൽക്കുന്ന അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞ സാധനമില്ലേ, ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെടുത്ത് ആദ്യമായിട്ട് സംസാരിക്കണം. ഓക്കെ, നമ്മൾ പരിചയമില്ലാത്ത ഒരാളെ അടുത്ത് അവിടെ പോയി സംസാരിക്കണം. നമുക്ക് കാണുമ്പോൾ ഇഷ്ടാവില്ലായിരിക്കും, പിന്നെ കഷ്ടപ്പെട്ടൊരു ഇഷ്ടപ്പെടലുണ്ട്. കഷ്ടപ്പെട്ട് നമ്മൾ പുറകെ നടന്ന് കഷ്ടപ്പെട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് കാണിക്കും, ഇവനെ കെട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ കൈ കൊണ്ട് തരുമ്പോൾ നമുക്ക് അത് ഇഷ്ടമാവില്ലായിരിക്കും. നമ്മൾ എന്നിട്ടും അത് നോക്കി കഷ്ടപ്പെട്ട് നമ്മളതിനെ സ്നേഹിച്ച് തുടങ്ങണം. ഒന്ന് ആലോചിച്ച് നോക്ക് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ എന്നിട്ട് സ്നേഹിച്ച് തുടങ്ങിയിട്ട് അവരെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആയിരിക്കും അവരുടെ ഒരു വൃത്തിയായിട്ട ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ, അയ്യോ എൻ്റെ പൊന്നെ, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരാളെടുത്ത് നമ്മൾ പോയി സംസാരിക്കണം. നമ്മൾ ആദ്യം സംസാരിക്കണം, നമുക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരിക്കും. നമ്മൾ ആദ്യമേ പ്രകടിപ്പിക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ ഫേക്ക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കും. അതെന്താ അങ്ങനെ, നമുക്ക് നമ്മുടെ പാർട്ട്ണറിനോടുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യുക, നമ്മളപ്പോൾ ചോദിക്കും എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തൊക്കെയാണ് ഫ്രണ്ട്സ് എന്നൊക്കെ അറിയുമ്പോൾ ചിലപ്പോൾ ഇവിടെയുള്ള ആൾക്ക് ഇഷ്ടാവില്ല. അറേഞ്ച്ഡ് മാരേജിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്ക് അത് ഇഷ്ടമാവില്ല. ഓക്കെ, നമ്മുടെ പാർട്ട്ണറിനോട് നമുക്ക് അത്ര ധൈര്യത്തിൽ ചോദിച്ച കാര്യം ഇവിടെ ചോദിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, ഇത് വേണോ വേണ്ടയോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു അവസ്ഥ വരും. നമുക്ക് ഒരു വൃത്തികെട്ട അവസ്ഥയാണ് കേട്ടോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണത്. ഓക്കെ, നെക്സ്റ്റ് കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ പാസ്റ്റ് നമുക്കറിയില്ല. അവർ ചിലപ്പം അവരുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയോ ഭയങ്കര മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇയാൾ. പക്ഷെ നമ്മളോട് സംസാരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അറിയാവുന്നത് അയാൾ കള്ള് കുടിക്കുമോ അതോ സിഗരറ്റ് വലിക്കുമോ, അവരെത്ര മാന്യനാണ്, എവിടെയൊക്കെ പോയിട്ടുണ്ട്, എന്തൊക്കെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ തെറ്റായ ഇത് ചെയ്തിട്ടുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ പാർട്ട്ണറായി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ പ്രശ്നമാണത്. ഈ ഒരു അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ദോഷങ്ങൾ എൻ്റെ ഒരു കണ്ണിൽ നോക്കുമ്പോൾ ഫുള്ള് ദോഷമാണ് എനിക്ക് കാണാൻ പറ്റിയത്. നമ്മൾ ലവ് മാരേജ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും, നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക്
അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, എങ്ങനെയൊക്കെ പോയാലും എവിടം വരെ എത്തും എന്നുള്ളൊരു ഇത് നമുക്ക് ഈ ലവ് മാരേജിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടുന്നില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഞാൻ എന്തായാലും പ്രിഫർ ചെയ്യുന്നത് ലവ് മാരേജ് തന്നെയായിരിക്കും. നമുക്ക് എന്തായാലും ഒരു ക്യാരക്ടർ, പക്ഷേ വീട്ടിൽ സമ്മതിക്കില്ല. അപ്പം അഫ്കോഴ്സ് ഈ ഒരു ലൈഫിൽ ഞാൻ എന്തായാലും അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും. ഈ അറേഞ്ച്ഡ് മാരേജ് ആയിട്ടുള്ള ആൾക്ക് അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് പരിചയപ്പെടുമ്പം ചിലപ്പോൾ നമ്മൾ ഗേൾസ് ഫ്രണ്ട്സിന് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇഷ്ടമാവില്ലായിരിക്കും. നമ്മൾ പറയുമ്പോൾ അതെന്തിനാ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം അവർക്ക് ഇഷ്ടമാവില്ല. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മളത് ചോദിച്ചു പോയാൽ അത് തെറ്റാണ്. അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. ആ ഒരു ചെറിയ കാര്യത്തിന് തന്നെ വലിയ ആ ഒരു റിലേഷനെ നിർത്താനായിട്ടൊക്കെ ഒരുങ്ങുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ലൈഫിൽ വന്നു കഴിയുമ്പം അവർ എന്തൊക്കെ ചെറിയ കാര്യത്തിനാണ് നമ്മളെ അവോയ്ഡ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. മനസ്സിലായോ? അപ്പം അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് അറേഞ്ച്ഡ് മാരേജിനോട് എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ താല്പര്യമില്ല. പിന്നെ ഞാൻ ഇതൊക്കെ ഇപ്പോൾ അനുഭവത്തിലൂടെ വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലവ് മാരേജ് തന്നെയാണ്. അത് പക്ഷേ നമ്മുടെ വീട്ടുകാർക്ക് ശരിയാവില്ലല്ലോ, വീട്ടുകാർ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അവർക്ക് അറേഞ്ച്ഡ് മാരേജ് ലവ് മാരേജ് എന്ന് പറയുമ്പോൾ എന്തോ വലിയ തെറ്റാണ്. പക്ഷെ നമ്മൾ ലവ് മാരേജ് എന്ന് പറയുമ്പോൾ നമ്മൾ അതുപോലെ അവരെ അറിഞ്ഞിട്ടാണ് നമ്മൾ അവരെ ഇതാക്കുന്നതെന്ന് അവർക്ക് അറിയില്ലല്ലോ. അപ്പം അവരതുപോലെ നമ്മൾ അറിഞ്ഞിട്ട് ഇപ്പം വഴക്കുണ്ടാക്കിയാലും എന്തൊക്കെ ചെയ്താലാണ് ഞങ്ങളോട് മിണ്ടാൻ വരിക, ഇതൊക്കെ അവർക്ക് അറിയാം. ഇപ്പം അറേഞ്ച്ഡ് മാരേജുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എന്നായിരുന്നു നമ്മൾ അടിക്കുന്ന ഒരു പാർട്ട്ണറായിരിക്കും, അല്ലെങ്കിൽ തെറി വിളിക്കുന്നതോ അല്ലെങ്കിൽ ഫോൺ എടുക്കാണ്ടിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരാളാണെങ്കിൽ നമ്മൾ എങ്ങനെ സഹിക്കുക? നമുക്ക് പറ്റില്ല അത്. അപ്പം എനിക്ക് കൂടുതലും എനിക്ക് അഭിപ്രായം ഉള്ളത് അറേഞ്ച്ഡ് മാരേജിനേക്കാളും ലവ് മാരേജാണ് നല്ലത് എന്നാണ്. എല്ലാവരും ഇപ്പം ഓർക്കുന്നുണ്ടായിരിക്കും നിൻ്റെ ഫ്യൂച്ചറിൽ നീ ഒരു പാരൻ്റായി കഴിയുമ്പോഴേ നിൻ്റെ മോൾക്കോ മോനോ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ നിനക്കത് മനസ്സിലാവുള്ളൂ എന്ന് ചില ആരെങ്കിലുമൊക്കെ ചോദിക്കുമായിരിക്കും. അഫ്കോഴ്സ് ചോദിക്കും. എന്തായാലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ എന്തായാലും അതിനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിക്കും. പേഴ്സണലായിട്ടായിരിക്കും അല്ലെങ്കിൽ കമൻസ് വഴിയും ഒക്കെ ചോദിക്കും. അഫ്കോഴ്സ് ഞാൻ എൻ്റെ മോളായിക്കോട്ടെ മോനായിക്കോട്ടെ ഞാൻ എന്തായാലും ലവ് മാരേജിനെ സമ്മതിക്കുള്ളൂ, അതിനോട് സമ്മതിക്കുള്ളൂ. കാരണം എനിക്കിപ്പം ഇത് മനസ്സിലായിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. എനിക്ക് ഇതിന് മുന്നുള്ള പരിചയമൊന്നുമില്ല. എനിക്കുണ്ടായിരുന്ന ഒരു ഇതിൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യം ഇപ്പം എനിക്ക് 26 ഇയർ ആയി. അപ്പം എനിക്ക് എന്തായാലും ഇപ്പം ചിന്തിക്കാനുള്ളതും സംസാരിക്കാനുള്ളതും ബോധമൊക്കെ ഉണ്ട്. സോ ഞാൻ എന്തായാലും പ്രിഫർ ചെയ്യുക അത് തന്നെയായിരിക്കും. ഇനി വേറെ എന്തെങ്കിലും സംഭവിച്ചാലേ ഉള്ളൂ മാറ്റാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പോസിറ്റീവ് അറേഞ്ച്ഡ് മാരേജിന് എന്തെങ്കിലും പോസിറ്റീവ് കമൻറ്റ്സ് ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക അറ്റ്ലീസ്റ്റ്. കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ മാരേജ് പ്രപ്പോസൽ ഇങ്ങനെ വന്നുകൊണ്ട് പോയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം എനിക്കത് പ്രയോജനപ്പെടുമായിരിക്കും. സോ നിങ്ങളതൊന്ന് ചെയ്യുക. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ ഇതിവിടെ കൊടുക്കുന്നുണ്ട്, അതിന് ഫോളോ ചെയ്യുക. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ. ബൈ.